മോണയിൽ നിന്ന് രക്തം പൊടിയുന്ന പ്രശ്നങ്ങളുള്ള അനേകം പേരുണ്ട്. രക്തം പൊടിയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം പല്ല് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടും കാൽക്കുലസ് അവിടെ ഇരുന്ന് മോണ ഇറിറ്റേറ്റഡ് ആയിട്ട് മോണയിൽ നിന്ന് പൊടിയുന്നത്, അഥവാ ജിഞ്ചവൈറ്റിസ്, അഥവാ മോണയിലെ ചെറിയ ഇൻഫ്ലമേഷനിൽ നിന്ന് വരുന്ന ജിഞ്ചവൈറ്റിസ് കാരണം ഉണ്ടാകുന്ന രക്തം പൊടിയുന്നതാണ് ഏറ്റവും കൂടുതൽ വലിയ കാരണം. മറ്റ് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോട്ടിങ് ടൈം കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, ബ്ലീഡിങ് ടൈം, ക്ലോട്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവർ, പ്രത്യേകിച്ച് ഹാർട്ടിനുള്ള പ്രശ്നത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റ് സ്ട്രോക്കിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ രക്തം കട്ടിയാവാതിരിക്കാൻ വേണ്ടിയുള്ള ചില മരുന്നുകൾ തന്നിട്ടുണ്ട്. അത് കൂടുതലാണെങ്കിലും ചിലപ്പോൾ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാരണം, ഈ ബ്ലീഡിങ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം വരാം. വൈറ്റമിൻസിൻ്റെ വളരെയധികം വിറ്റമിൻ ഇ അല്ലെങ്കിൽ വിറ്റമിൻ കെ ഒക്കെ കുറവാണെങ്കിൽ ഈ മോണയിൽ ചെറിയ ചെറിയ ഉരസലുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചോര വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ പല്ല് ഭക്ഷണം അവിടെ ഇരിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണം ഈ ഇടയ്ക്ക് കയറി ഇരുന്നിട്ട് പല്ലിൻ്റെ ഇടയ്ക്ക് കയറുന്നു, അതുകൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. മറ്റേതെങ്കിലും ഇൻഫെക്ഷൻസ് വായിക്കാത്തുണ്ടെങ്കിലും ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുന്നുണ്ട്, ഡോക്ടർ ഇത് ക്യാൻസറായി മാറുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ക്യാൻസറൊന്നായി മാറുന്ന പ്രശ്നമല്ല. പക്ഷേ ഒരു ഡോക്ടറെ കാണിച്ച് അവിടുത്തെ ആ പ്രശ്നം മാറ്റിയെടുത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പല്ല് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമാണ്, ഇടവേളകളിലുള്ള ക്ലീനിങ് കൃത്യമായിട്ട് ചെയ്യുക, കാൽക്കുലസ് പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പിടിക്കാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, മോണയുടെ ഇടയ്ക്ക് ഭക്ഷണം കയറുന്ന പ്രശ്നമാണെങ്കിൽ ആ മോണയുടെ ഇടയ്ക്ക് ഭക്ഷണം കയറാതാക്കി മാറ്റുക, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ പല്ലിൻ്റെ ഭക്ഷണം ഇടയ്ക്ക് കയറുന്ന പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് അത് എത്രയും വേഗം ചികിത്സിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസിയോ അതിന് വേണ്ടിയുള്ള മരുന്ന് കഴിക്കുക, ഇതൊക്കെ ചെയ്ത് നമ്മുടെ പല്ലിൻ്റെ ബ്ലീഡിങ് കുറയ്ക്കാൻ സഹായിക്കും. ഇനി ബ്രഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒന്ന് ബ്ലീഡ് ചെയ്തു, അങ്ങനെ ഒറ്റൊരു പ്രാവശ്യം ബ്ലീഡ് ചെയ്യുന്നതിന് ഇതിനൊന്നും പോയി പേടിക്കേണ്ട കാര്യമില്ല. അത് ബ്രഷ് ഒരഞ്ഞുണ്ടാകുന്ന ചില പുതിയ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഹാർഡ് ബ്രഷ് എടുത്ത് മാറ്റിയാൽ പ്രശ്നം തീരും. അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഏരിയ ബ്രഷ് ചെയ്യാതിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരോടൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ഡോക്ടറെ പോയി കാണിച്ച് ആ ബ്ലീഡിങ് എന്താണെന്ന് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ബ്രഷ് ചെയ്ത് സൂക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും. മോണരോഗം കലശലായി മോണപ്പഴുപ്പിലേക്ക് മാറും. ആ മോണപ്പഴുപ്പ് മാറി പിന്നെ അത് കഴിഞ്ഞ് പല്ലിളകി പോകുന്ന പ്രശ്നത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലീഡിങ് വരുന്നത് നല്ലതാണ്, അതൊരു ലക്ഷണമാണ്. ആ ലക്ഷണം വരുമ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി നല്ല പല്ല് ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ച് ആ ബ്ലീഡിങ് നിർത്താൻ ശ്രമിക്കുക. നിർത്താൻ ആ ഡോക്ടറെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞ് മോണരോഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവിടെ പോയി കണ്ട് അത് ശരിയായിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പല്ല് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. പല്ല് ഇളകി പോയി കഴിഞ്ഞാൽ ചിലവ് വളരെയധികം കൂടും. ചികിത്സാ ചിലവ് വളരെയധികം കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് എത്രയും വേഗം ചികിത്സിക്കുന്നതാണ് നല്ലത്. മോണയുടെ ബ്ലീഡിങ്, മോണയിൽ നിന്ന് വരുന്ന മോണയിൽ നിന്ന് രക്തം പൊടിയുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. അപ്പോൾ അതെന്താണ് രോഗമെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിലാണ് അതിൻ്റെ അകത്തെ ഗെയിം. അതുകൊണ്ട് നിങ്ങൾ മോണയിൽ നിന്ന് രക്തം പൊടിഞ്ഞെന്ന് ഓർത്ത് പേടിക്കുകയൊന്നും ചെയ്യരുത്. നേരെ പോയി ഡോക്ടറെ കാണുക, ചെക്ക് ചെയ്യുക, അതിൻ്റെ പ്രശ്നത്തിന് ചികിത്സിക്കുക. നല്ലൊരു പല്ല് ഡോക്ടറെ തന്നെ കാണുക. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്.